ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ഒരു ദിവസം എൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് നൈറ്റ് മെയർ ആയിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ കൊച്ചു ബേബി ഇങ്ങനെ അസുഖം പിടിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന ആ ഒരു ഇതിലൊന്നും ഇതുവരെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ പോലും ഹോസ്പിറ്റലൊന്നും അഡ്മിറ്റ് ആയിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത് എനിക്ക് എൻ്റെ ഡെലിവറി റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ എനിക്കിങ്ങനത്തെ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസസ് കുറച്ച് എനിക്ക് ഹൊറിഫൈങ് ആണ്. അപ്പം ഞങ്ങൾ റീസെൻ്റ്ലി എല്ലാവരും കൂടെ കന്യാകുമാരിയിൽ ട്രിപ്പ് പോയിരുന്നല്ലോ. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാവണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് പോയ്സണിങ് വന്നായിരുന്നു. എനിക്കില്ലായിരുന്നു, ആശമ്മയ്ക്കില്ലായിരുന്നു, ബാക്കി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ചധികം മോശമായിട്ട് വന്നത് അനുവിനും കൊച്ചു ബേബിക്കുമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ആർക്കും വേറെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തായാലും മോളെ കൊണ്ടുവന്ന് ക്യാനിൽ ഇടുന്ന കാര്യമൊക്കെ ആലോചിച്ചപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആയിരുന്നെങ്കിലും കൊച്ചു ബേബി വളരെയധികം കോപ്പറേറ്റ് ചെയ്തു. ഒരു പ്രശ്നമില്ലായിരുന്നു, നല്ലോണം സഹകരിച്ചു. ആം, മോൾ ഒരുപാട് കരഞ്ഞിരുന്നെങ്കിലും ഞാൻ കുറച്ച് പെർപ്ലെക്സ്ഡ് ആയി പോയേനെ. അർജുൻ ചേട്ടന് കൈയുടെ കുറച്ചൊരു പ്രശ്നമുണ്ട്. അപ്പോൾ തടവാൻ പൊക്കോണ്ടിരിക്കുവാണ്. അപ്പോൾ അതിൻ്റെതായ പെയിൻ അർജുൻ ചേട്ടനും ഉണ്ട്. ഞങ്ങളെല്ലാവരും ഓൾമോസ്റ്റ് ഒരു ബെസ്റ്റ് സമയത്ത് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി 2:30ക്കാണ് കൊച്ചുബേബിക്ക് തീരെ വയ്യാണ്ടായി. ഭയങ്കരമായ വോമിറ്റിങ്ങും ഡയറിയൊക്കെ കൂടിയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആവുന്നത്. വെളുപ്പാങ്കാലം ഒരു 5:30-6 മണി വരെ ട്രിപ്പ് പോകുന്നുണ്ടായിരുന്നു. അത്രയ്ക്കും നല്ല സിവിയർ ഡീഹൈഡ്രേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നോർമലി ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഞാൻ വല്ലാതെ പെർപ്ലെക്സ്ഡ് ആവുകയും ഭയങ്കരമായിട്ട് ഫസ്സ് കാണിക്കുകയും കരയുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ ഇതുപോലെ ഹോം വ്ളോഗേഴ്സിൻ്റെ വ്ളോഗ്സ് കണ്ടുകൊണ്ട് അവരവരുടെ കുട്ടികൾക്ക് അസുഖം വരുമ്പോൾ ഹോസ്പിറ്റലിൽ അവരെങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, എത്ര കാമായിട്ടാണ് കൂടെ നിൽക്കുന്നതെന്നൊക്കെ കണ്ടത് എനിക്ക് സത്യമായിട്ടും ഒരു നല്ലൊരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. ഞാൻ വളരെയധികം അങ്ങനെ ഒരു തീരുമാനം എടുത്താണ് ഞാൻ കാമായിട്ട് നിന്നത്. ഞാൻ ഒട്ടും തന്നെ ബഹളം വയ്ക്കുകയോ വെപ്രാളം കാണിക്കുകയോ ഒന്നും ചെയ്തില്ല. ഞാൻ ഒത്തിരി റിലാക്സ്ഡ് ആയിട്ടാണ് ഇത്തവണ കൊച്ചു ബേബിയുടെ കൂടെ നിന്നത്. അതിൽ എനിക്ക് തന്നെ സ്വന്തമായിട്ടൊരു സന്തോഷം തോന്നി കേട്ടോ. നമ്മൾ കുറച്ച് കാമായിട്ടിരിക്കുമ്പോൾ കുട്ടികളുടെ മൂഡിനെയും അത് ഒത്തിരി എഫക്റ്റ് ചെയ്യും എന്നുള്ളത് എനിക്ക് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ അവരെ എഫക്റ്റ് ചെയ്യും എന്നുള്ളത് ഇന്നത്തെ ദിവസം ഞാൻ മനസ്സിലാക്കിയതാണ്. സോ താങ്ക്സ് ടു ഓൾ ദ വ്ളോഗ്സ് ദാറ്റ് ഐ വാച്ച്ഡ്. അപ്പോൾ എന്തായാലും മോള് ട്രിപ്പ് ഇട്ടതിൻ്റെ ഒരു ആശ്വാസം മുഖത്തും കണ്ണിലൊക്കെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ഡേ മോർണിംഗ് എഴുന്നേറ്റിട്ട് 4 മണിക്കൂറത്തേക്ക്, അതായത് ഓരോ മണിക്കൂർ ഇടവിട്ട് ഒരു ഫുൾ 200 ml ORS കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ മണിക്കൂർ വീതം ഇടവിട്ട് ഈ ORS കൊടുക്കുന്നത് ആക്ച്വലി ഒരു ചടങ്ങ് തന്നെയായിരുന്നു. മോൾക്ക് ഇഷ്ടമാണ്, പക്ഷെ പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും മടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അരമണിക്കൂർ എടുക്കും ORS കുടിപ്പിക്കാനായിട്ട്. പിന്നെ ഒരു അരമണിക്കൂർ ഗ്യാപ്പ് വരുമ്പോൾ വീണ്ടും അടുത്തത് കുടിപ്പിക്കാനായിട്ട് ഉള്ള ടൈമാവും. അങ്ങനെ ഇരിക്കുമായിരുന്നു. ക്യാനിലൊക്കെ വെച്ചിട്ട് കൈ അനക്കാതെ വെച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ലോണം മോള് പറഞ്ഞാൽ കേട്ടു കേട്ടോ. രാവിലെ 6 മണി വരെ ആ ട്രിപ്പിനും കൈ ഇങ്ങനെ അനക്കാതൊക്കെ വെച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി കേട്ടോ. എൻ്റെ മോള് തന്നെയാണോ എന്ന് തന്നെ എനിക്ക് സംശയം തോന്നിപ്പോയി. അപ്പം എന്തായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വന്നു. ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ മോൾ എന്നോട് ഫുഡ് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ 4 hours കഴിഞ്ഞിട്ട് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പം പിന്നെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ദിവസം ഹോസ്പിറ്റലിൽ കൊച്ചുബേബിക്ക് സ്ക്രീൻ ടൈമാണ് ഒരു ഭയങ്കരമായ ഒരു ഘടകമായിരുന്നത്. കാരണം അനങ്ങാതെ ഒരു സ്ഥലത്ത് ഇരുത്തിക്കാനായിട്ട് പിന്നെ അതേ ഉണ്ടായിരുന്നുള്ളൂ മാർഗം. പിന്നെ എനിക്ക് ഭയങ്കരമായ ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട് സാധാരണ ഇതുപോലെ നോ സ്ക്രീൻ ടൈം എന്നൊക്കെ പറയുന്ന അമ്മമാരെ പോലെ എനിക്ക് എടുത്തുകൊണ്ട് നടന്ന് ഓരോന്നും കാണിച്ചു കൊടുക്കാനുള്ള ഒരു ആരോഗ്യം എനിക്ക് ഒട്ടും തന്നെ ഇല്ലായിരുന്നു. ചിബി. ബ്ലൂ കളർ. ഏത് സൗണ്ട് കേൾക്കുന്നത്? AC-യുടെ താഴെ ഇറങ്ങണോ? ബ്ലൂ ബ്ലൂ ബ്ലൂ. എന്ത് മോനെ? പിങ്ക്. കച്ചേബി ഉടുപ്പ്. ബ്ലൂ ടേബിൾ. പറഞ്ഞേ. കൊച്ചേബി ബ്ലൂ ഉടുപ്പല്ലേ ഇട്ടിരിക്കുന്ന, സോറി പിങ്ക് ഉടുപ്പല്ലേ ഇട്ടിരിക്കുന്നേ. വൈറ്റ്, പിങ്ക്, ഫ്ലവർ, door. Who's there? Blue color. Pink color. പോരാക്ക. Oh, orange color. Oh, brown color. Who's there?
Come here. This way, this way. കൊച്ചേപ്പെ കാണുന്നില്ലല്ലോ പപ്പ. Shima, where are you hiding? Where are you? Here. Oh, can't see you. Where are you? Shima, where are you? Peekaboo. Yeah, I see you. തിരിച്ച്. ആ അങ്ങനെ. ഓ വാവ്. പിങ്ക് ചെരുപ്പ്. വാവ്. Oh wow. Mamma Chrissyapa devi yuri ko baba yero. എടപ്പടാ അതെന്ത് ഭാഷ അത്? Mustard. That's a ആശമ്മ. വയ്യാതിരുന്നോണ്ടാണെന്ന് തോന്നുന്നു എന്നെ വിട്ടിട്ട് വേറെ ആളെടുത്ത് പോത്തുമില്ലായിരുന്നു. അപ്പം ഒന്നെങ്കിൽ ഞാൻ എടുക്കുക, കളിപ്പിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ സ്ക്രീൻ ടൈം. ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ 2 ഓപ്ഷൻ. അപ്പം ഈ ഒരു ദിവസത്തേക്ക് മോം ഗിൽറ്റ് ഒക്കെ എടുത്ത് മാറ്റി വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. നടക്കുന്നതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര തലവേദനയായിരുന്നു. ഉറങ്ങാത്തതിൻ്റെയും ടെൻഷൻ അടിക്കുന്നതിൻ്റെ എല്ലാം കൂടെ ചേർത്ത് എൻ്റെ തല ഇങ്ങനെ പൊട്ടിത്തെറിക്കുമായിരുന്നു. മാത്രമല്ല എനിക്ക് പീരിയഡ്സ് ടൈമും കൂടെ ആയിരുന്നു. അപ്പം ഞാൻ ശരിക്കും കഷ്ടപ്പെട്ടു പോയി. പിന്നെ എൻ്റെ ബാക്ക് പെയിന് അത് അതിലും ഗംഭീരമായിരുന്നു. അപ്പം ഒരു 4 അവേഴ്സ് ORS ഒക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മോൾക്ക് ഫുഡ് പതുക്കെ സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം തൈരും ചോറുമാണ് കൊടുത്തത്. ആൾക്ക് ഇഷ്ടമുള്ള ഫുഡ് അതാണ്. അപ്പം തൈരും ചോറും കൊടുത്തപ്പോൾ കഴിച്ചു. ഛർദ്ദിക്കരുത് എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഏക പ്രാർത്ഥന കേട്ടോ. അപ്പം ഈ ഫുഡ് കഴിച്ച് ടോളറേറ്റ് ചെയ്ത് ഛർദ്ദിക്കുന്നില്ല, പിന്നെ ലൂസ് മോഷൻ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വിടും എന്നാണ് പറഞ്ഞത്. അപ്പം ഞാനിങ്ങനെ അതിങ്ങനെ ആലോചിച്ച് പേടിച്ചാണ് ഫുഡൊക്കെ കൊടുക്കുന്നത് കേട്ടോ. ഞങ്ങൾ ഇരുന്നിരുന്നൊരു ട്രിപ്പ് പോയതാണ്. അതും കന്യാകുമാരിയിലോട്ടെന്ന് പറഞ്ഞാൽ എത്രയോ കാലങ്ങളായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ആ ട്രിപ്പ് പോയിട്ട് വന്നത്. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ട്രിപ്പ് പോയിട്ട് വന്നതിന് ശേഷം. അതിൻ്റെ ക്ലൈമാക്സ് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഞാൻ വിചാരിച്ചേ ഇല്ല കേട്ടോ. എന്തായാലും ഭയങ്കര ഒരുമാതിരി ആയിപ്പോയി. എത്ര സന്തോഷത്തോടെയാണോ ആ ട്രിപ്പ് കഴിഞ്ഞ് വന്നത് അത്രയും തന്നെ ഭയങ്കര അപ്സൈഡ് ഡൗൺ ആയിപ്പോയി കേട്ടോ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാനേ പറ്റത്തില്ല ഈ ഹോസ്പിറ്റലിൽ ഈ ഒരു സംഭവം. എന്തായാലും രാവിലത്തെ എല്ലാ ചടങ്ങുകൾക്ക് ശേഷം എനിക്കൊന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റിയത് ഉച്ചയ്ക്കാണ് കേട്ടോ. ഞാൻ 2 മണിക്ക് കയറി കിടന്ന് ഉറങ്ങിയിട്ട് ഒരു 6:30 മണി വരെ ഞാൻ സുഖമായിട്ട് ഉറങ്ങി. എൻ്റെ ഒപ്പം കൊച്ചു ബേബി ഉറങ്ങിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഉറങ്ങി എന്നതിന് ശേഷം ഞാൻ വിചാരിച്ചു മോളെ ഒന്ന് ചെറുതായിട്ട് ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഫുൾ ടൈം വോമിറ്റിങ്ങും ഒക്കെ ആയിട്ട് ഞങ്ങൾ തുടച്ച് മാത്രമല്ലേ എടുത്തുള്ളൂ. അപ്പം ഒന്ന് ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കാമെന്ന് വെച്ചാൽ ഞാൻ തല കുളിപ്പിച്ചൊന്നുമില്ല, ജസ്റ്റ് മേല് മാത്രമേ കഴുകിയുള്ളൂ. ഹലോ ഗൈസ്. കണ്ടോ പതുക്കെ കൊച്ചു ബേബി ആക്റ്റീവായി വരുന്നതേ ഉള്ളൂ കേട്ടോ. ക്യാമറയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ അടുത്തൊക്കെ വന്ന് വർത്താനമൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നാലും കണ്ണൊക്കെ കാണുമ്പോൾ എനിക്ക് പാവം തോന്നുമായിരുന്നു കേട്ടോ. ആൾക്ക് അത്ര ആരോഗ്യം ഇല്ലായിരുന്നു. ഒന്നാമത് വെയിറ്റ് കുറവായിരുന്നു. പിന്നെ ഇതും കൂടെ വന്നപ്പോഴത്തേക്കും കുറച്ചും കൂടെ ആൾക്ക് വെയിറ്റ് കുറഞ്ഞു പോയി. എന്തായാലും മോളെ കുളിപ്പിച്ച് വന്നതിന് ശേഷം ഞാനും കുളിച്ചു. നമുക്ക് റൂമിൽ ചൂടുവെള്ളം വരുന്നുണ്ടായിരുന്നു. അപ്പം ചൂടുവെള്ളത്തിൽ തന്നെയാണ് മോളെയും കുളിപ്പിച്ചത്. ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് ഇതുവരെ എടുത്തു വെച്ചിട്ടില്ലായിരുന്നു. അപ്പം എന്നെ കാണുന്ന എത്ര പേരും പറയായിരുന്നു ഭയങ്കര മോശമായിട്ടുള്ള തീരുമാനമാണ്, അത് മസ്റ്റായിട്ട് എടുക്കേണ്ട ഒരു സംഭവമാണെന്നൊക്കെ കേട്ടോ. അപ്പം അങ്ങനെ ഇരുന്നിരുന്ന് ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസിന് അപ്ലൈ ചെയ്തു. പക്ഷെ എന്താ പറയട്ടെ, അതിൻ്റെ ആ ഒരു സംഭവം നിങ്ങൾ അറിയണം. ഓഗസ്റ്റ് 1 തൊട്ടേ എനിക്ക് ഇൻഷുറൻസ് എന്താ പറയുന്നത് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുവരെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ അതിന് മുന്നേ അഡ്മിറ്റ് ആവേണ്ടി വന്നു. എന്തായാലും ഇനി അങ്ങോട്ടെങ്കിലും ഇതുപോലെ അൺഎക്സ്പെക്റ്റഡ് സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഇൻഷുറൻസ് ഉള്ളത് ഭയങ്കര ഹെൽപ്പ് ആവുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കൊച്ചു ബേബിക്ക് വന്നിട്ട് ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇഞ്ചക്ഷനൊക്കെ ആ ട്രിപ്പ് കൂടെ കൊടുക്കുമ്പോഴും നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നെക്കാട്ടിലും കൊച്ചു ബേബി ഭയങ്കര നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് തോന്നി. പിന്നെ അവിടുത്തെ സിസ്റ്റർ തന്നെ ഒരു പേപ്പറും പെൻസിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കൊച്ചു ബേബിയുടെ ഡോക്ടർ കേട്ടോ. ഫെയറി ഡോക്ടറെയാണ് നമ്മൾ കാണിക്കുന്നത്. എനിക്ക് ഡോക്ടർ വലിയ കാര്യമാണ്. ഡോക്ടർക്ക് മോളെ ഭയങ്കര കാര്യമാണ്. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഡോക്ടറാണ്. എത്ര തവണ നമ്മൾ എന്തെല്ലാം ഡൗട്ട് വെച്ചാലും ഭയങ്കര ക്ഷമയോടെ ഇരുന്ന് എനിക്കെല്ലാം പറഞ്ഞു തരാറുണ്ട്. ഞാൻ ഇങ്ങനെ ഡോക്ടറെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കും. മോൾക്ക് വയ്യാതെ വരുമ്പം എനിക്ക് ഒരുപാട് ഡൗട്ട്സാണ്.
അപ്പോൾ എല്ലാം വളരെ പേഷ്യൻ്റായിട്ട് നിന്ന് പറഞ്ഞ് തന്ന് ക്ലിയർ ചെയ്തൊക്കെ തരാറുണ്ട് ഡോക്ടർ. അപ്പോൾ ഞാൻ ഭയങ്കര കംഫർട്ടബിളാണ് മോളെ ഇവിടെ കാണിക്കുന്നതിൽ. ഒരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ആൾക്ക് നല്ല എനർജിയുടെ ഒരു പീക്കിൽ നിൽക്കുമായിരുന്നു. അപ്പം നല്ല ആക്റ്റീവായിട്ടൊക്കെ തന്നെ ഇരിക്കുമായിരുന്നു. ഞാൻ ഇപ്പോഴാണ് ഒരു ഗ്ലാസ് പാല് കൊടുത്തത്. പാല് കൊടുത്ത് നോക്കാൻ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ പാല് കൊടുത്തു. പാല് കൊടുത്തതിന് ശേഷം കുറച്ച് റൂമിലിരുന്ന് ഇങ്ങനെ മടുത്തു തുടങ്ങിയപ്പോഴത്തേക്കും ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അങ്ങനെ റൂമിലേക്ക് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കുമാണ് മോൾക്ക് എപ്പോഴും ബേബി സിറ്റ് ചെയ്യാൻ വരുന്ന ചേച്ചിയുണ്ട്, ശാലു ചേച്ചി, ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ശാലു ചേച്ചി മോൾക്ക് വയ്യാന്നറിഞ്ഞ ആ സമയം തൊട്ട് വർക്കിന് പോകുന്നുണ്ടായിരുന്നു, വേറെ വർക്കിന്. ആ വർക്ക് കഴിഞ്ഞിട്ട് അതുവഴി വന്ന് മോളെ കണ്ടിട്ടേ വീട്ടിൽ പോവുള്ളായിരുന്നു കേട്ടോ. എത്ര രാത്രിയാണെങ്കിലും മെനക്കെട്ട് വരുമായിരുന്നു കാണാനായിട്ട്. ചിലർക്ക് ഭയങ്കര, എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ടൊന്നും അല്ല നിൽക്കുന്നത്. ചിലർക്ക് വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹമുള്ള ആൾക്കാരും ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്ന കുറച്ച് മൊമെന്റ്സ് ആണ് ഇതൊക്കെ കേട്ടോ. അപ്പം എന്തായാലും ശാലു ചേച്ചി വന്നാലും മോൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് ഡിന്നറിന് മോൾക്ക് ദോശയും ചട്നിയാണ് വാങ്ങിച്ചു കൊടുത്തത് കേട്ടോ. അതുപോലെ മോൾക്ക് കളിപ്പാട്ടമൊന്നും ഞാൻ അങ്ങനെ എടുത്തില്ലായിരുന്നു കയ്യിൽ. അതുകൊണ്ട് ഞാൻ നമ്മുടെ സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ടിൽ ലക്കിലി നോക്കിയപ്പോഴത്തേക്കും ടോയ്സ് സെക്ഷനിൽ കുറച്ച് ടോയ്സ് ഒക്കെ അവൈലബിൾ ആയിരുന്നു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഇൻസ്റ്റാമാർട്ട് വഴി ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ ഈ ടോയ്സ് കിട്ടിയപ്പോഴത്തേക്ക് ആൾക്ക് ഭയങ്കര ഹാപ്പിയായി. കുറച്ചിങ്ങനെ കാറ്, ബസ്, ട്രക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചു കൊടുത്തത്. അപ്പം കുറേ നേരം സ്ക്രീൻ ടൈം അങ്ങനെ എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റി. കുറച്ച് നേരം ടോയ്സ് ഒക്കെ വെച്ച് അങ്ങനെ കളിച്ചു തുടങ്ങി. പിന്നെ ആശമ്മയുടെയും ശാലു ചേച്ചീൻ്റെയും എൻ്റെയും കൂടെയൊക്കെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് അമ്മ ഷൂട്ടിലാണ്. അതുകൊണ്ടാണ് അമ്മയ്ക്ക് എൻ്റെ കൂടെ വന്ന് നിൽക്കാൻ പറ്റാത്തത്. അല്ലായിരുന്നെങ്കിൽ ത്രൂ ഔട്ട് അമ്മ എൻ്റെ കൂടെ നിന്നേനെ. അമ്മയ്ക്ക് പകുതി മനസ്സായിരുന്നു. വർക്ക് ഒരു കമ്മിറ്റ്മെൻ്റ് ആണല്ലോ, അത് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കളഞ്ഞിട്ട് വരാനും പറ്റില്ല. അപ്പം അങ്ങനെ. അപ്പം അമ്മ എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരും എന്ന് പറയുന്നുണ്ടായിരുന്നു. അർജുൻ ചേട്ടൻ ഞാൻ പറഞ്ഞില്ലേ ഉഴിച്ചിലിന് പോകുന്നത് കൊണ്ട് ഭയങ്കരമായ ബോഡി പെയിൻ ആണ്. അവർ ഈ ദേഹം നല്ല പ്രസ് ചെയ്തൊക്കെ തടവി അങ്ങനെ എടുക്കുന്നത് കൊണ്ട് സിവിയർ ബോഡി പെയിനിൽ നിൽക്കുവാണ് അർജുൻ ചേട്ടൻ. എന്തായാലും ഈ ഒരു ടൈം കൊണ്ട് ഞാൻ പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ ഈ സ്റ്റേ ചെയ്യുന്ന റൂം എൻ്റെ അമ്മുമ്മ നിന്ന റൂമാണ് കേട്ടോ. ലാസ്റ്റ് എൻ്റെ അമ്മുമ്മ നിന്ന റൂമാണ്. അപ്പോൾ ഈ റൂമിലോട്ട് കയറിയപ്പോഴേ എനിക്കിങ്ങനെ കുറേ മെമ്മറീസ് ആയിരുന്നു കേട്ടോ. എൻ്റെ അമ്മ വർക്കൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു 9:30-10 മണി ആയപ്പോഴത്തേക്കും അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിൽ വന്നു. മേക്കപ്പോ ഡ്രസ്സോ ഒന്നും ചേഞ്ച് ചെയ്യാതാണ് നേരെയാണ് വന്നത് കേട്ടോ മോളുടെ അടുത്തേക്ക്. മോൾക്കാണെങ്കിൽ അമ്മാട്ടുവിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ വന്നപ്പോൾ എല്ലാവരും കൂടെ വന്നെന്ന് പറയാമല്ലോ. മോളിങ്ങനെ ഗ്ലൂമി ആയിട്ട് കുറേ നേരം ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് അമ്മാട്ട് വന്നു. അമ്മാട്ടിൻ്റെ പുറകെ അരുൺചേട്ടൻ, അനു, അശോക് എല്ലാവരും വന്നു കാണാനായിട്ട്. എല്ലാവരും വന്നപ്പോഴത്തേക്ക് റൂമിലൊരു ആളും അനക്കവും ഒക്കെ ആയപ്പോഴത്തേക്കും കുറച്ച് ഹാപ്പി ആയി തുടങ്ങി. ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴോ കുറച്ച് ഇങ്ങനെ വയറ് വേദന എടുക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ടെൻഷൻ അടിച്ചു, അയ്യോ ശരിയാവുന്നില്ലായിരിക്കുമോ എന്നൊക്കെ. അപ്പം പിന്നെ വന്ന് ഗ്യാസിനുള്ള മരുന്നൊക്കെ കൊടുത്തു. അങ്ങനെ പിന്നെ ഇവരൊക്കെ വന്നപ്പോഴത്തേക്ക് ആൾ കുറച്ച് ഓക്കെ കേട്ടോ. പിന്നെ അങ്ങനെ ഇങ്ങനെ കുറച്ച് ക്രാവി ഇരുന്നത് അങ്ങ് മാറി. പിന്നെ അരുൺചേട്ടനെ കണ്ടപ്പോൾ അതാ ഓടിപ്പോകുന്ന നോക്കിക്കോണേ. ഭയങ്കര സന്തോഷത്തിലാണ് ആള് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചൊക്കെ നിന്ന്. ഇച്ചിരി ഞാനും കുറച്ചിങ്ങനെ ഒരേ ആക്ടിവിറ്റി മോണോട്ടോണസ് ആയിട്ട് ഇരുന്നത് എനിക്കും കുറച്ച് ഒരുമാതിരി ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവരൊക്കെ കണ്ടപ്പോഴാണ് ഞാനും കുറച്ച് ഓക്കെ ആയത്. അങ്ങനെ അമ്മ ഒരു 11 മണി വരെയൊക്കെ നിന്നു കേട്ടോ. അതിനുശേഷമാണ് അമ്മ പോയത്. അരുൺചേട്ടനും അശോകും അനുവൊക്കെ കുറേ കൂടെ സമയം ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് അവരും പോയത്. അപ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ട് അർജുൻചേട്ടൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ വരണ്ടെന്ന് പറഞ്ഞു. കാരണം ഇവിടെ ഇത്രയും തടവിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ വന്ന് ആ സോഫയിൽ കിടന്നുറങ്ങുന്നത് അത്ര നമ്മൾ തടവുന്നതിൻ്റെ ഫലവും കൂടി ഇല്ലാണ്ടായിപ്പോൾ. അപ്പം ഞാൻ നിർബന്ധിച്ച് വരണ്ട എന്ന് പറഞ്ഞ് അവിടെ നിർത്തിയൊക്കെയായിരുന്നു. എന്തായാലും അത് കഴിഞ്ഞ് ഇത് അന്ന് രാത്രി കൊടുത്ത ലാസ്റ്റ് ഫീഡായിരുന്നു. ഞാൻ സെറലാക്കാണ് ഫീഡ് ചെയ്തത് കേട്ടോ മോക്ക്. വേറെ നമ്മുടെ ക്യാൻറ്റീൻ ക്ലോസ് ആയിപ്പോയി. ക്യാൻറ്റീൻ ക്ലോസ് ആയപ്പോഴാണ് മോക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് സെറലാക്ക് വാങ്ങിച്ച് മിക്സ് ചെയ്ത് കൊടുത്തു. സോ ഫാർ മോള് വൊമിറ്റിങ്ങിൻ്റെ ഇതൊന്നും സൈൻസ് ഒന്നും കാണിച്ചില്ല, വൊമിറ്റ് ചെയ്തില്ല. പിന്നെ ഇതുപോലെ ലൂസ് മോഷനൊന്നും ഇല്ലായിരുന്നു. നാളെ ഡിസ്ചാർജ് ആവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. അമ്മയ്ക്കാണെങ്കിൽ എന്നെ വിട്ട് പോകാൻ ഒട്ടും മനസ്സില്ലായിരുന്നു കേട്ടോ. പിന്നെ അറിയാമല്ലോ, അമ്മയ്ക്ക് ബൂബു ഉണ്ട് വീട്ടിൽ. അവന് 15 വയസ്സായി. അപ്പോൾ അങ്ങനെ അമ്മ വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും. അമ്മ രാവിലെ ഇറങ്ങുന്നതല്ലേ വർക്കിന്. അപ്പം അമ്മ പോയിട്ട് വേണം അവന് ആഹാരമൊക്കെ കൊടുത്ത് അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പം അമ്മയ്ക്ക് പോയേ പറ്റുള്ളൂ. അങ്ങനെ അമ്മ പോവാണ്. എന്തായാലും കൊച്ചേപ്പിക്ക് നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് ഉറങ്ങാനുള്ള പ്രിപ്പറേഷനിലാണ്. ഭയങ്കര ഉറക്കം കേട്ടാ കൊച്ചേവി, കണ്ണൊന്നും തുറക്കുന്നില്ല. എല്ലാവരും കൂടെ പോകുമ്പോഴത്തേക്കും കൊച്ചുബേബി മൂഡ് ഔട്ട് ആവുമെന്ന് വിചാരിച്ചു. പക്ഷെ ഉറക്കം ഇങ്ങനെ വന്നിങ്ങനെ കണ്ണിൽ തങ്ങി നിൽക്കുന്നതുകൊണ്ട് ഞാൻ
പിന്നെ എനിക്ക് തോന്നിയില്ല ഉറങ്ങിക്കോളുമായിരിക്കും, കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ അവരെല്ലാവരും ഇറങ്ങി, ഇവർക്ക് എല്ലാവർക്കും ടാറ്റ ഒക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ വന്നു. എനിക്ക് തലവേദന ഒട്ടും മാറുന്നില്ലായിരുന്നു കേട്ടോ. ആ തലേദിവസം വെളുപ്പാങ്കാലം, അതായത് 2 മണി തൊട്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് തല ഇങ്ങനെ പൊട്ടിത്തെറിക്കുവാണ് കേട്ടോ. ആദ്യം ഞാൻ ഫോൺ വെച്ച് കൊടുത്തു, കാരണം എനിക്ക് ഒട്ടും ആരോഗ്യമില്ലായിരുന്നു. പിന്നെ മോം ഗിൽറ്റ്, ഒരുപാട് സ്ക്രീൻ ടൈം ആയിരുന്നു, എനിക്ക് എന്നെ കുറ്റബോധം തോന്നിയോണ്ട് ഞാൻ അടച്ചു വെച്ച തലവേദന ഒന്നും മൈൻഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന തലവേദനയോടുകൂടിയുള്ള എൻ്റെ ഗാനമേളയ്ക്ക് ശേഷം കൊച്ചു ബേബി നല്ലോണം ഉറങ്ങി. പിന്നെ ഞാനും ഉറങ്ങാൻ പോവുകയാണ് കേട്ടോ. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മുടെ ഡോക്ടർ വന്നു. കൊച്ചു ബേബി നല്ല ഉറക്കമായിരുന്നു. ഉറക്കത്തിൽ നിന്ന് കണ്ണുറന്ന് നോക്കുന്നുണ്ട്, വീണ്ടും ഉറങ്ങുവാണ് കേട്ടോ. ഡോക്ടർ ഒന്ന് ചെക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ബാക്കി പാക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. മോളെ വിളിച്ചിട്ട് മോൾ എഴുന്നേൽക്കുന്നില്ലായിരുന്നു. ഞാൻ വെച്ച് തനിയെ ഉണരട്ടെ. അപ്പോഴത്തേക്ക് ഞങ്ങൾ പാക്കൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ആശാമ്മ കൂടെ ഉള്ളത് ഒരു വലിയൊരു ഹെൽപ്പായിരുന്നു. ഒറ്റയ്ക്ക് എല്ലാം കൂടെ ചേരുന്നെങ്കിൽ എൻ്റെ നട്ടൽ റബ്ബറായി പോയേനെ. എന്തായാലും അവിടുത്തെ ഫീഡ്ബാക്ക് ഫോമോ അതൊക്കെ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. ഞാനതൊക്കെ ഫില്ല് ചെയ്യുന്ന ആ ഒരു സമയത്ത് കൊച്ചുബി പതുക്കെ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നു. രാവിലെ മോളുടെ വെയിറ്റ് ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ കുറച്ച് ഫുഡ് കൊടുക്കണതിന് 30 മിനിറ്റ്സ് മുന്നേ മെഡിസിനൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ കൂടുതൽ ലേറ്റ് ആക്കണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കുറച്ച് ഫോഴ്സ് ചെയ്ത് കൂടിയാണ് മോളെ എഴുന്നേൽപ്പിച്ചത് കേട്ടോ. അപ്പം അത്ര നല്ല മൂഡിലല്ല എഴുന്നേറ്റത്. അപ്പോഴത്തേക്കും പപ്പയും ചേട്ടനൊക്കെ വന്നപ്പോഴത്തേക്കും പിന്നെ ആൾ കുറച്ച് ഹാപ്പിയായി. ക്രാങ്കി മൂഡിൽ നിന്ന് കുറച്ച് മാറി. എന്നാലും ഒരു ഉറങ്ങാൻ സമ്മതിക്കാത്തതിൻ്റെ വിഷമവും ആളുടെ മുഖത്തുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇവർക്ക് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇവിടെ തന്നെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എല്ലാവരും വന്നതിന് ശേഷം നമ്മൾ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. മോൾക്ക് മെഡിസിനൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ മോളെ കുളിപ്പിക്കാൻ നിന്നില്ല, ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുത്തേ ഉള്ളൂ. വീട്ടിൽ ചെന്നതിന് ശേഷം കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ആള് ഏകദേശം പഴയതുപോലെയൊക്കെ ആയി എന്ന് തോന്നുന്നു കേട്ടോ. ഇനിയിപ്പം വെയിറ്റ് പോയതൊക്കെ കുറച്ച് ഇനി ഗെയിൻ ചെയ്യണം. ഈ ഒരു ഫുഡ് പോയ്സണിങ് വരുന്നതിന് മുന്നേ വല്ല വിധേന ഞാൻ 12 കിലോ ആക്കി വെച്ചതാണ്. ഒറ്റ ഫുഡ് പോയ്സണിങ്ങിൽ ആളുടെ വെയിറ്റ് 1 കിലോ കുറഞ്ഞു കേട്ടോ. പിന്നെ പോട്ടെ, പോയതെല്ലാം പോട്ടെ, നമുക്ക് വീണ്ടും തിരിച്ചു പിടിക്കാം. രാവിലെ കൊച്ചുബേബിക്ക് നല്ല ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു. 3 ഇഡ്ഡലിയൊക്കെ പ്ലേറ്റിൽ കാണുന്നുണ്ടെങ്കിലും 3 ഇഡ്ഡലി കഴിച്ചു എന്ന് വിചാരിക്കേണ്ട കേട്ടോ. ഒറ്റ ഇഡ്ഡലിയെ കഴിച്ചോളൂ. പിന്നെ ഞാൻ നിർബന്ധിക്കാൻ നിന്നില്ല. ഒന്നാമത് ഇത്രയും അസുഖമൊക്കെ ആയിട്ടിരിക്കുകയല്ലേ. ടാറ്റ ബൂബു. നീ വിരിക്കണോ? ബ്ലഡ് ആവൂ. ഒട്ടൂല. നമ്മൾ ബൂബു മാറ്റുന്നു. ബൂബു വേണ്ട. ബൈ ബൂബു. ബൈ ബൂബു. ഇനി വരല്ലേ? അത് സാരം. ഏമ്പക്കം സംസാരം. ബൂബു ബൈ ബൂബു.
ബൈ ബൈ. ഭയങ്കര. ഓ തണുപ്പ്. തണുപ്പുണ്ടോ? 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 ബൈ ബുബു. ബൈ ബുബു. ഇനി വരല്ലേ ബുബു? കഴിഞ്ഞി കഴിഞ്ഞി കൊച്ചു ബേബി കഴിഞ്ഞി കഴിഞ്ഞി കഴിഞ്ഞി. അയ്യോ കരയണ്ട കരയണ്ട കഴിഞ്ഞു. ബൈ ബുബു. കഴിഞ്ഞേ കഴിഞ്ഞേട്ടോ കഴിഞ്ഞേ. കഴിഞ്ഞു കണ്ടോ? എത്രേ ഉള്ളൂ കണ്ടോ കണ്ടോ? ഓക്കെ ബൈ ബൂബു. ഇനി ഒരു സ്മോൾ ബൂബു കേട്ടോ. ബിഗ് ബൂബു പോയിട്ട് സ്മോൾ ബൂബു നോക്കണേ നോക്കണേ. ബിഗ് ബൂബു ടാറ്റ പറഞ്ഞേ. നല്ല കുട്ടിയാട്ടോ. സ്മോൾ ബൂബു കേട്ടോ. ഇനി സ്മോൾ ബൂബു ആണേ. സ്മോൾ ബൂബു. പഴിക്കാറ് ഇന്ന് കഴിക്കാം. യെസ് സ്മോൾ ബൂബു. ബൈ 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 ബൈ. ഈ ഇറങ്ങാൻ നേരം കൊച്ചേപ്പി കരയുന്ന വേറെ ഒന്നിനുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞൊരു സിസ്റ്റർ പെൻസിലും പേനയും വരയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ പെൻസിൽ തിരിച്ച് റിട്ടേൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞതിനാണ് ഈ കിടന്ന് കരയുന്നത്. പിന്നെ കുറച്ച് ചിണുങ്ങിയൊക്കെ കഴിഞ്ഞ് അർജുൻ ചേട്ടൻ പുറത്തോട്ട് കൊണ്ടുപോയിട്ടോ. പുറത്തോട്ട് കൊണ്ടുപോയപ്പോഴത്തേക്കും അവിടെ ഒരു തൊട്ടിലുണ്ടായിരുന്നു. അപ്പം ആ തൊട്ടിലിരുത്തി കുറച്ച് നേരം ആട്ടി അങ്ങനെയൊക്കെ ചെയ്തപ്പോഴത്തേക്കും പതുക്കെ ആള് ഓക്കെ ആയി തുടങ്ങി. അപ്പം നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് റൂം ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ട് ഇറങ്ങി. അപ്പം അടുത്ത ആൾ വരുമ്പോൾ നമ്മൾ കയറി അങ്ങ് അലങ്കോലം ആക്കിയിട്ടൊന്നും വിചാരിക്കില്ലല്ലോ. അതിനുശേഷം ഞങ്ങൾ നേരെ പോയി. കുഞ്ഞുവാവയാണ് കാർ എടുത്തുകൊണ്ട് വന്നത്. നമ്മൾ സാധനങ്ങളൊക്കെ കയറ്റി ഞങ്ങളത് ആ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ പോകാൻ ഒരാൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. എന്തിനാണെന്നറിയോ ഹാപ്പി ആയിരിക്കുന്നത്? യെസ്, നമ്മുടെ വീട്ടിലെ ഹാപ്പിയെ കാണാനാണ് ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്നത് നമ്മുടെ ഡോഗ്സ് ഒക്കെ ഫുൾ വെൽക്കമിങ് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. എനിക്ക് കഷ്ടം തോന്നി കേട്ടോ. ഞാൻ അവരോട് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് നാളായതുപോലെയൊക്കെ എനിക്കങ്ങ് തോന്നുന്നുണ്ടായിരുന്നു. എന്തായാലും ബാക്കിയുള്ളവന്മാരുടെ അടുത്തോട്ട് എനിക്ക് അങ്ങനെ പോകാൻ പറ്റിയില്ല. എനിക്ക് ആദ്യം ഹാപ്പിയുടെ അടുത്തോട്ടാണ് പോകാൻ പറ്റിയത്. ഞാൻ നേരെ വീട്ടിലോട്ട് പോയതും ഹാപ്പി മേളീന്ന് ഇങ്ങനെ അരുൺചേട്ടൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് പറന്ന് താഴെ ഇറങ്ങി വരുമായിരുന്നു കേട്ടോ. അവൻ ഇങ്ങനെ വാലാട്ടി അവന് കരയും കുരയ്ക്കുകയും അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും എന്തൊക്കെയാണെന്ന് അറിഞ്ഞൂടാ. കഷ്ടം കേട്ടോ. ഇനി എവിടെയെങ്കിലും പോകുമ്പോൾ എനിക്ക് ഇതാണ് ഈ പട്ടിക്കുട്ടികളുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് നമുക്കൊരു വല്ലാത്തൊരു മനോവേദന. എന്തായാലും വീട്ടിൽ എത്തിയപ്പോൾ തന്നെ ആള് ഭയങ്കര സന്തോഷമായി. ആളുടെ ആക്ടിവിറ്റീസിലോട്ടൊക്കെ റിട്ടേൺ ചെയ്തു. ഓക്കെ ആണോ? ഓക്കെ ഗൈസ്, നമുക്ക് ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് ഇനി ഒരിക്കലും കാണണ്ട. നമുക്ക് വേറെ നല്ല വീഡിയോസ് ആയിട്ട് ഇനി കാണാം കേട്ടോ. ബൈ ബൈ.